ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറി. തേങ്ങ വറുത്തരച്ച ഒരു മീൻകറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. മീൻ വറുത്തരച്ച കറി വയ്ക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ വങ്കട മീനാണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 കിലോ മീനുണ്ട്. ഇത് നമുക്ക് ഏത് മീനിൽ വേണമെങ്കിലും വറുത്തരച്ച മീൻകറി വയ്ക്കാവുന്നതാണ്. 2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1 നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് അത് പിഴിഞ്ഞെടുത്തിരിക്കുന്ന വെള്ളമാണിത്. കുടംപുളി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാളംപുളിയാണ്. 7 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി അല്ലി 3 എണ്ണം, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അടി കട്ടിയുള്ള പാനോ പാത്രമോ ഉപയോഗിക്കുക. പാൻ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കിനി തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് വറുത്തെടുക്കുക. തേങ്ങ വറുത്തെടുക്കുമ്പോൾ കൈ എടുക്കാതെ തന്നെ വറുത്തെടുക്കണം. തേങ്ങ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കൂടി വറുത്തെടുത്താൽ മതിയാകും. തേങ്ങ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. തേങ്ങ വറുത്തെടുത്തപ്പോൾ ഉള്ള ചട്ടിയിലെ ചൂട് കൊണ്ട് തന്നെ നമുക്ക് പൊടി ഐറ്റംസ് കൂടെ വറുത്തെടുക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്ത മിക്സ് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതൊന്ന് തണുത്ത് വരുന്നതിന് വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വറുത്തെടുത്ത മിക്സ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ആദ്യം വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് അരപ്പ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ഇതേപോലെ അരച്ചെടുക്കുക. മീൻ കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയതിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അരപ്പ് അരച്ചെടുത്ത മിക്സിയുടെ അതേ ജാറിൽ തന്നെ 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കഴുകി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം.
നിങ്ങൾക്ക് ആവശ്യമുള്ള ഗ്രേവിയുടെ അളവിനനുസരിച്ച് വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി മീനിലേക്ക് നമുക്ക് മുരിങ്ങക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടതിന് ശേഷം സ്പൂണ് കൊണ്ടോ തവി കൊണ്ടോ ഇളക്കി കൊടുക്കരുത്. തുണി വെച്ച് പിടിച്ച് ചട്ടി ഒന്ന് ചെറുതായിട്ട് ചുറ്റിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇതുപോലെ തുണിയോ എന്തെങ്കിലും വെച്ച് ചട്ടിയുടെ അറ്റത്ത് പിടിച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. സ്പൂണിട്ട് ഇളക്കരുത്. സ്പൂൺ വെച്ച് ഇളക്കിയാൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്യാൻ പറഞ്ഞു തന്നത്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു 8 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് ഒന്നും കൂടെ തുറന്ന് മീൻകറി നമുക്കൊന്നുകൂടി ചുറ്റിച്ചു കൊടുക്കാം. മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ വറുത്തരച്ച മീൻകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.